ഈ കപ്പാസിറ്റി ഇല്ലാത്ത ആളുകൾ വായി വരണതും മനസ്സിൽ കിടക്കണതൊക്കെ വിളിച്ച് പറയും. പക്ഷേ എന്നെ പോലുള്ളവൻ ഒരു പുണ്ണാക്ക് ഒരിടത്തും പറയൂല. അത് അമ്മ വിചാരിക്കണ്ട. ഇനി ഇതല്ല, ഇത് ഒരെണ്ണം ഒറ്റയ്ക്കിരുന്ന് കുടിച്ചാൽ പോലും ഞാൻ ഒരു വകയും മിണ്ടൂല. പറയും കപ്പാസിറ്റി ഉണ്ടോ? കനകം പറയും, പക്ഷേ ക്ലീറ്റോ പറയില്ല. അതാണ് കനകനും ക്ലീറ്റോ ആയിട്ടുള്ള വ്യത്യാസം. അടിച്ചിട്ട് സത്യം പറയില്ല, നീ പറയും, ഒരു വകയും പറയില്ല. ഇന്ന് മാർക്കറ്റിൽ പോയി പച്ചക്കറി ഞാൻ മേടിച്ചു. പച്ചക്കറി മേടിച്ചു കഴിഞ്ഞോട്ടോ, പച്ചക്കറിക്കാരനോട് ഞാൻ പറഞ്ഞു പൈസ അളിയൻ തരും. കനകം തരുന്നു. ആ, നിങ്ങൾ ആരും ഇത്ര ഇതായിട്ട് അറിഞ്ഞോ? ഞാൻ പറഞ്ഞു. അതില്ല. ഇല്ലല്ലോ പറഞ്ഞില്ലല്ലോ. ഇറച്ചി വാങ്ങിച്ചു, കോഴി വാങ്ങിച്ച് സലീമിൻ്റെ കടയിൽ നിന്ന് കോഴി വാങ്ങിച്ചിട്ട് സലീം ചോദിച്ചു, അപ്പോൾ പൈസ ക്ലീറ്റ് തരുമോ അത് കനകം തരുമോ? ഞാൻ പറഞ്ഞു കനകം തരും വെച്ചു. പക്ഷേ അവിടെയാണ് നോക്കാൻ ഞാൻ പറഞ്ഞോ? ഇത്ര നേരമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലല്ലോ. അതാ പറയണത്, ഞാനൊന്നും ഇനി എത്ര അടിച്ചാലും ഒരു വക ഒരു മനുഷ്യടുത്തും പറയുക. അതാണ്. പക്ഷേ പറയണൊരു അമ്മായി കേട്ട പ്രശ്നം. അമ്മായി കേട്ട എനിക്കെന്താ? അവൾക്കെന്താ നാല് കൊമ്പുണ്ടോ? അവൾക്ക് നാല് കൊമ്പുണ്ടോന്ന് അവള് കേട്ടേക്കെന്താ? നിങ്ങൾ ചുമ്മാ പേടിയില്ലാന്ന് വെറുതെ പറയല്ലേ. നിങ്ങൾക്ക് പേടിയൊക്കെ എനിക്ക് ഒരാളെയും പേടിയില്ലെന്ന്, ഒരാളേനും പേടി. പേടിയുണ്ട്, കുറേശ്ശെ പേടിയുണ്ട് ചില സമയത്ത്. ഗിരിജേട്ടാ എന്താ ഇത്? ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ സന്തോഷം കൂടിയപ്പോൾ വർത്താനം പറഞ്ഞപ്പോൾ ഇച്ചിരി ശബ്ദം കൂടിപ്പോയി. വേറെ കുഴപ്പമൊന്നുമില്ല അമ്മ. തങ്കമ്മോളെ, ലില്ലിമോളെ, ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയടി. ഒരു കുഴപ്പമില്ലല്ലേ? കള്ളു കുടിച്ച് ബോധമില്ലാതെ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ലല്ലേ? ഇങ്ങനെ അലമ്പ ഉണ്ടാക്കാനാണോ ഇങ്ങോട്ട് വന്നത്? എന്തൊരു നാണക്കെടുന്ന് അല്ലടി കയറിപ്പോയി പല കാര്യം ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞു. അമ്മായി അറിയാതെ പറ്റിപ്പോയതാണ്. ഒരു ദിവസത്തേക്കൊന്ന് ക്ഷമിക്ക അമ്മായി. എനിക്ക് വിശ്വാസമില്ല, ഇവർ ഇനിയും മദ്യപിക്കും. 3 എണ്ണം കണക്കാ. ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല അമ്മായി. ഉണ്ടാവത്തില്ല. എനിക്ക് വേണ്ട, ഞാനില്ല എന്ന് 100 വട്ടം പറഞ്ഞതാ. നിർബന്ധിച്ച് കഴിപ്പിച്ചപ്പോ സമാധാനമായില്ലേ? നിങ്ങൾ ഓട്ടോ വിളിച്ചില്ലേ? ഓട്ടോ വിളിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഓട്ടോ വന്നില്ലെങ്കിൽ എന്താ, നമുക്ക് അങ്ങോട്ട് കേറിക്കാലോ റോഡിലേക്ക്. നമുക്ക് അങ്ങോട്ട് കയറി നിൽക്കാം. എടാ, ഭാര്യമാരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം ജീവിക്കാൻ. ഭാര്യമാര് പറയണതൊന്ന് കേട്ടനുസരിച്ച് നിന്നു എന്ന് കരുതിയിട്ടേ അതിലൊരു തെറ്റും വരാൻ പോണില്ല. നീ ഞാനുണ്ടേ. മനസ്സ് വിഷമിച്ച് ഒരാഴ്ച സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിന്നവരാ. അവരെ ഒരു രാത്രി കൊണ്ട് കെട്ടിയിടിച്ചപ്പോൾ സമാധാനമായില്ല രണ്ടിനും.